ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ ഇന്ന് നമ്മൾ കിടക്കാച്ചി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. 3 നമ്മുടെ കുഞ്ഞടുക്കളയിലെ 3 ഐറ്റം കൊണ്ടാണ് ഇന്നും നമ്മൾ കിടക്കാച്ചി ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. എന്നും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ആരും നമ്മൾ ഓടിച്ചിട്ട് അടിക്കത്തൊന്നുമില്ല. നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയില്ല ഇനി ഞാൻ അടിക്കും. ഞാൻ ഇനി വലിയ മുട്ടൻ കമ്പ് ചന്തയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാവർക്കും നല്ല പെട തരും കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല കിടക്കാച്ചി റിസൾട്ടാണ് ഇത് നമ്മൾ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുമോ. ഇന്നലത്തെ നമ്മൾ ടിപ്പ് ചെയ്ത് നോക്കിയോ. ഇന്നലെ എന്തായിരുന്നു ഞാൻ മറന്നുപോയി. വീഡിയോ എടുത്ത സമയത്ത് ഞാനങ്ങ് മറന്നുപോയി. ഇപ്പോഴും ഞാനങ്ങ് മറന്നുപോയി കേട്ടോ. ഇനി എന്തെങ്കിലും സന്തോഷ ബ്രഹ്മി എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചേ പറ്റത്തുള്ളൂ. മറവിയടി ലാരണയുടെ സ്വഭാവമോ ഇരിക്കുമ്പോൾ അങ്ങ് മറന്നു പോവാ എല്ലാം കേട്ടോ. അപ്പോൾ നമ്മുടെ കിടക്കാച്ചി ആ വീഡിയോ എന്താണിന്ന് ഞാൻ ചെയ്തതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും കേട്ടോ. രാവിലെ തന്നെ നമുക്ക് അടിപൊളി കിടക്കാച്ചി ഒരു പരിപാടി ചെയ്താലോ. ചെയ്യാം. തലേതേ മുട്ടയൊക്കെ തട്ടിപ്പൊട്ടിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ആഴ്ചയായെന്ന് തോന്നുന്നു നമ്മുടെ കാർക്കൂന്തൽ വളർത്തിയിട്ട്. അങ്ങ് മടിയാണ് കേട്ടോ. അതിപ്പം ചെയ്യുന്നതേ ഇല്ല. എൻ്റെ കാർക്കൂന്തലിൻ്റെ കാര്യം ഞാനങ്ങ് മറന്നു പോയി കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തലേലെ ഒരു മുട്ടയുടെ വെള്ള ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചെമ്പരത്തി പൂവിൻ്റെ എണ്ണയാണല്ലോ തേക്കുന്നത്. അതും കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് തലയിൽ ഇച്ചിരി നേരം ആയി കേട്ടോ പുരട്ടി വെച്ചിട്ട്. ഇനി ഞാൻ വിചാരിച്ചു രണ്ടും കൂടെ അങ്ങ് നടക്കുമല്ലോ. അപ്പോഴും നമ്മുടെ മുഖത്തൊരു കിടക്കാച്ചി ഐറ്റം ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ. എന്നിട്ട് പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. യൂട്യൂബ് മാമനെ അറിഞ്ഞാൽ തല്ലിക്കൊല്ലും കേട്ടോ. കുളിക്കാതെ നനയ്ക്കാതെ ഈ ദേശത്ത് വന്നേക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത് പുള്ളി കേട്ടോ. ചില സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ കുളിക്കാതൊക്കെ വരും കേട്ടോ. നമുക്ക് പരിപാടിയൊക്കെ ചെയ്യാം. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ കിടക്കാച്ചി ഐറ്റം ചെയ്യുന്നതിന് 3 സംഭവങ്ങൾ മാത്രം മതി. കളയുന്ന ഒരു സംഭവമുണ്ട്. എന്നും രാവിലെ ഇട്ട് തയ്യത്ത് കളയുന്ന ഒരു സംഭവമുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ ബാക്കി 2 സംഭവങ്ങൾ എന്നും എപ്പോഴും നമ്മുടെ വീട്ടിലിപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോഴാദ്യം തന്നെ നമുക്ക് കറ്റാർവാഴയുടെ ജെല്ലെടുക്കണം. എടുത്തെടുത്ത് തീർന്നു കേട്ടോ. ഞാനൊരു 1/2 സ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞില്ലേ എന്നും രാവിലെ കളയുമെന്നും കഞ്ഞിവെള്ളം. ഈ കഞ്ഞിവെള്ളവും നമുക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണോ ഈ പാല്, പച്ചപ്പാല്. വെള്ളമൊന്നും ചേർക്കേണ്ട, വീട്ടുകാർ ഒഴിച്ച് തന്നോളൂ. അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കുന്ന പരിപാടിയില്ല. നമ്മൾ കാണുന്നുണ്ടോ. അതും ആ അളവിന് തന്നെ നമ്മളെടുത്തു. എന്നിട്ട് ഇവന്മാരെ 3 പേരെയും കൂടെ നമ്മളങ്ങോട്ട് മിക്സ് ചെയ്യും. ഇച്ചിരി നേരം മിക്സ് ചെയ്യണം കേട്ടോ. കുറച്ച് മതി കേട്ടോ, ഒത്തിരി വേണ്ട. ഇതെല്ലാം പാലും നമ്മുടെ കഞ്ഞിവെള്ളം എല്ലാം വെള്ളം മാതിരിയാണല്ലോ. അപ്പോൾ അതറിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വലിയ മുഖമുണ്ടോ എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും വലിയ മുഖമുണ്ടോ പിള്ളേരെ? ആർക്കും കാണത്തില്ല. ഈ അളവിനുള്ള വലിയ മുഖമൊക്കെ കാണത്തുള്ളൂ കേട്ടോ. ഇത് നമുക്കൊന്നും കാക്കച്ചിക്ക് വേണമെന്ന് രാവിലെ പായ്ക്ക് ഞാൻ ആദ്യം ഒന്ന് വെളുത്ത് കൊടുത്തോട്ടെ കേട്ടോ. നമുക്ക് അങ്ങോട്ട് ഇച്ചിരി നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമുക്ക് പുരട്ടി കൊടുക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ചിരിയും വരും, നാണവും വരും. എന്നും നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പം ഇതിൻ്റെ ശബ്ദമൊക്കെ കേട്ട നാട്ടുകാരെന്തോ വിചാരിക്കും. ഞാൻ വിചാരിക്കും എന്നും ഞാനിങ്ങനെ ഇതിൻ്റെ ഈ സ്പൂണൊക്കെ തമ്മിൽ ഇങ്ങനെ ശബ്ദം കേൾപ്പിക്കാമല്ലോ. ഇത് നമ്മുടെ ഈ കുറച്ച് മതി കേട്ടോ, കുറച്ച് മതി. നിങ്ങൾ ഒത്തിരി ഒന്നും എടുത്ത് ഒഴിക്കല്ലേ ദയവ് ചെയ്ത്. എൻ്റെ സ്പൂണിൻ്റെ അളവ് ഇതാണ് കേട്ടോ. എൻ്റെ മുഖത്തിന് ഈ ഒരു അളവാണ് ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എടുക്കുന്നത് കേട്ടോ. ചിരിക്കാനും വയ്യ. അപ്പോൾ ഇന്നലത്തെ എല്ലാം ചെയ്തു. ഇന്നലെ നമ്മൾ എന്താണ് ചെയ്തത്? ഞാൻ തന്നെ മറന്നു പോയല്ലോ. എന്താണ് ചെയ്തത്? ഞാനങ്ങ് മറന്നു പോകും കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നലെ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? ഓർക്കുന്നില്ല.
എന്തായാലും അല്ല, ഞാൻ പിറ്റേന്ന് വന്ന് എല്ലാവരോടും ചോദിക്കും ചെയ്തോ എന്ന്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ ബെഞ്ച് പിടിച്ച് നിർത്തും. പിന്നെ എന്താ മുട്ടു വന്ന് നിൽക്കാൻ പറയും. അതുകൊണ്ട് എല്ലാവരും ചെയ്തിട്ട് പിറ്റേന്നത്തെ ക്ലാസ്സിൽ ഹാജരായിക്കോണം കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ നല്ല അടി തരും അങ്ങോട്ട്. ഇന്നും കമ്പ് കൊണ്ടുവന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് എന്താ സോപ്പിട്ട് കഴുകണം. മുഖവും കഴുത്ത് നന്നായിട്ട് കഴുകിയിട്ട് വന്നു. ഇതേ നമ്മുടെ കിടുക്കാച്ചായിട്ട് ഇവിടെ സെറ്റായി. കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് എന്നും ചെയ്യാം. എന്നും നമുക്ക് രാവിലെയോ രാവിലെ ചെയ്ത് വൈകിട്ടായാലും മതി കേട്ടോ. പിന്നെ വെയിലത്ത് പറഞ്ഞത് ഇതൊക്കെ ചെയ്തിട്ട് കേട്ടോ. കുടയൊക്കെ ചൂടി നടക്കണം കേട്ടോ. അപ്പോൾ നമുക്കത് അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. സൂപ്പർ. ഇതൊക്കെ നമുക്ക് എന്ത് എളുപ്പം ഇതൊക്കെ ചെയ്യുന്നതല്ലേ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മസാജ് ചെയ്താൽ നമുക്ക് മസാജ് ചെയ്ത് നമ്മളൊക്കെ ഒരു പരുവായി പിള്ളേരെ. മീൻ ഫ്രൈ ഉണ്ടാക്കുന്നതിന് മസാജ് ചെയ്യും, ചിക്കൻ പൊരിക്കുന്നതിന് മസാജ് ചെയ്യും. ഇപ്പം പിന്നെ നമ്മുടെ മുഖം കൂടിയിട്ട് അങ്ങ് മസാജ് ചെയ്യുക. എന്ത് സൂപ്പറാന്ന് പറയും ഇതൊക്കെ അങ്ങോട്ട് ചെയ്യുമ്പോൾ. എൻ്റെ സാറേ, എനിക്കറിയത്തില്ല വേറെ എന്ത് നമ്മൾ പൈസ ഇതും പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ് സംഭവം. എന്തെല്ലാം ക്രീമുകളും നമ്മൾ വാരിപ്പെരട്ടും പുറത്തു നിന്നൊക്കെ വാങ്ങിച്ച്. എന്തിന്? വെറുതെ ഈ പച്ചപ്പാലായാലും മതിയല്ലോ. നിങ്ങൾ രാവിലെ എന്ന് സ്ഥിരം അങ്ങോട്ട് തേച്ച് നോക്കി മുഖമൊക്കെ വെളുത്ത് തുടുത്തുവിടാ വരുന്നത്. പിന്നെ എന്ത് ചെയ്യുവാണേലും ഈ സുപ്പൂന് ഒരു ദക്ഷിണയൊക്കെ വെച്ചിട്ട് വേണം തുടങ്ങാൻ ആരായാലും. പിന്നെ ഈ ഒരു നാമവും ചെല്ലണം തുടങ്ങുന്നതിന് മുന്നേ. ഓം സുപ്പുവേ നമ 3 പ്രാവശ്യം, അല്ലെങ്കിൽ 5 പ്രാവശ്യം, അല്ലെങ്കിൽ 7 പ്രാവശ്യം, അല്ലെങ്കിൽ 10 പ്രാവശ്യം. പിന്നെ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ 100 പ്രാവശ്യം വരെ ചെല്ലിക്കൂ. ഒരു കുഴപ്പമില്ല കേട്ടോ. ഓം സുപ്പുവേ നമ കേട്ടോ. പിന്നെ വേണമെങ്കിൽ ദക്ഷിണയൊക്കെ ഞാൻ തരും. നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഗുരു എന്തെല്ലാം പറഞ്ഞു തരുന്നു. ഇതൊക്കെ നമ്മുടെ കെട്ടിയമ്മരെ ആകർഷിക്കാനുള്ള കുതന്ത്രങ്ങളായിട്ടോ കേട്ടോ. നമ്മളെ മൈൻഡ് ചെയ്യാതൊക്കെ ചിലരൊക്കെ നടക്കും. അപ്പോൾ അവരെയൊക്കെ വശീകരിക്കാനും ആകർഷിക്കാനും ഒക്കെയുള്ള മന്ത്രകുന്ത്രങ്ങളൊക്കെ നീ പറഞ്ഞു തരുന്നേട്ടാ. ഞാനിവിടെ നിന്ന് പതുക്കെ സംസാരിക്കത്തുള്ളൂ കേട്ടോ. മുറ്റത്ത് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് തന്നെ ചിരിയും വരും കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ നാട്ടുകാർ എന്നെ കല്ലുപറക്കേറി പോറേ നമ്മുടെ കാക്കച്ചി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിന്നെ പറക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ടൊന്നും നോക്കണ്ട. അവൾ മഹാകുശുംബിയ. അവൾ ഈ പായ്ക്കിന് വേണ്ടി വന്നിരിക്കും കേട്ടോ. പറഞ്ഞേ കേട്ടോ. ഇതെന്നും നമുക്ക് ചെയ്യാം. ഇന്നും നിങ്ങൾ ചെയ്തോളൂ. സുന്ദരന്മാരും ആവും കേട്ടോ. ഇത് അങ്ങോട്ട് പുറവശത്ത് കുളിക്കാൻ പോയില്ല. അതുകൊണ്ട് പുറവശത്ത് ബാക്കിലോട്ടൊക്കെ നമുക്ക് കഴുത്ത് എവിടെ വേണേലും നമുക്കിടാം. നമ്മുടെ കയ്യിലോ കാലിലോ എവിടെ വേണേലും നിങ്ങൾ ചെയ്തു. എന്തെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലല്ലോ. വന്ന് ഒരു സ്നേഹവും ഇല്ല ആർക്കും ഇപ്പം എന്നോട്. ഞാൻ മിണ്ടത്തില്ല, ഞാൻ കൂടത്തി. നമ്മുടെ സരസ് ഇവിടെ ഇല്ല കേട്ടോ. സരസ് ഇല്ലാത്തതുകൊണ്ട് ഒരനക്കവും ഇല്ല. സത്യം പറഞ്ഞ ഒരനക്കവും ഇല്ല. നമ്മുടെ സരസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചേച്ചിയുടെ വീട്ടിൽ പോയി കേട്ടോ. എത്രയും പെട്ടെന്ന് സരസ് ഇവിടെ ഹാജരായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ വടിയും കൊണ്ട് അങ്ങോട്ട് വരും. സരസ്വേ മര്യാദയ്ക്ക് ഇവിടെ വന്നു. അല്ലെങ്കിൽ പിന്നെ നാട്ടുകാരെ പറയും മരുമകളെ തല്ലി ഓടിച്ചു, സരസ്വിനെ തല്ലി ഓടിച്ചെന്നൊക്കെ പറയും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇന്ന് വൈകിട്ടാവുന്നതിന് മുന്നേ ഇവിടെ ഹാജരായിക്കോണം. ഇല്ലേല ഞാൻ കമ്പം കൊണ്ട് വരുന്ന ചൂരിലൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പറയും നാട്ടുകാർ പറയേ അവളൊരു യൂട്യൂബും തുടങ്ങിയ അമ്മായിയമ്മയെ നോക്കുന്നില്ല കാണുന്നില്ലെന്ന് പറയത്തില്ലേ പിള്ളേരെ. നിങ്ങൾ പറയത്തില്ലേ? എനിക്ക് വയ്യ ആ പഴിയൊന്നും കേൾക്കാൻ കേട്ടോ. യൂട്യൂബ് ആയാലും അല്ലാതെ എന്തായാലും നമ്മൾ നമ്മുടെ അപ്പനും അമ്മയും എല്ലാവരെയും നോക്കിയിട്ട് നമ്മളിതൊക്കെ ചെയ്യത്തുള്ളൂ പിള്ളേർ. അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടല്ലേ നമ്മളെല്ലാവരും ചെയ്യുന്നതല്ലേ. ദയവാക്കിയൊന്നും നമ്മുടെ കയ്യിലോട്ടും ഇങ്ങോട്ടും മസാജ് ചെയ്യും കേട്ടോ. നമ്മളിതെല്ലാം എല്ലാവർക്കും വേണ്ടുന്നതെല്ലാം എത്തിച്ചു കൊടുത്തിട്ടാൽ ഇപ്പം നമ്മളെ ജോലി ചെയ്യുന്നു. സത്യമല്ലേ? ഞാനങ്ങനെയാണേ. എനിക്ക് നിങ്ങളുടെ കാര്യമൊന്നും അറിയത്തില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ ആയിരിക്കാം. അപ്പനെയും അമ്മയൊക്കെ നോക്കണം കേട്ടോ. പൊന്നുപോലെ കൊണ്ട് നടന്നോണം. കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില നമുക്കറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് അപ്പനെയും അമ്മയൊക്കെ നന്നായിട്ട് നോക്കിക്കണം ആരായാലും കേട്ടോ. അവരുടെ ശാപമൊന്നും വാങ്ങിച്ച് കൂട്ടണ്ട കേട്ടോ.
അവരുടെയൊക്കെ കണ്ണ് നിറഞ്ഞാൽ നമുക്ക് ഗുണം പിടിക്കത്തില്ല പിള്ളേരെ. നമുക്ക് ഗുണം പിടിക്കത്തില്ല കേട്ടോ. നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മുടെ മക്കൾ കണ്ട് പഠിക്കുന്നത്. നമുക്കും എന്തെങ്കിലും ഇച്ചിരി വെള്ളമൊക്കെ വേണമെങ്കിൽ ഇവരെ നോക്കിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഇവർ വിചാരിക്കും നമ്മുടെ അപ്പൂപ്പനെയും അമ്മൂമ്മയും അവർ നോക്കിയില്ലല്ലോ, അതിന് നമുക്കും വെള്ളം കൊടുക്കണ്ടെന്നൊക്കെ ഈ പിള്ളേരുടെ മനസ്സിലൊക്കെ തോന്നിയോ എന്ത് ചെയ്യും കേട്ടോ. അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട, ഒന്നുപോലെ നോക്കിക്കണം കേട്ടോ. നമ്മുടെ അപ്പനിവിടെ ഇല്ലാത്തതിൻ്റെ ഒരു കുറവും ഇച്ചി അഹങ്കാരമൊക്കെ എനിക്കുണ്ട് സത്യം പറഞ്ഞു. ഇല്ലെങ്കിൽ എനിക്ക് ചേച്ചി ഒരു പേടിച്ചൊക്കെ നിൽക്കത്തില്ലേ. എനിക്ക് പേടിയായിരുന്നു കേട്ടോ. ഞാൻ ആ വഴിക്ക് പോകാത്തതേ ഇല്ലായിരുന്നു. എവിടെയെങ്കിലും ഇരിക്കുമ്പം ഭയങ്കര പേടിയായിരുന്നു എനിക്ക് കേട്ടോ. സ്വർഗത്തിരുന്ന് കാണുന്നു ആവോ മരുമോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത്. കാണുന്നതായിരിക്കും അല്ലേ, കാണുന്നതായിരിക്കും. അപ്പന് സന്തോഷമായിരിക്കും. ഇനി അപ്പം സന്തോഷമാണോ മരുമോൾ യൂട്യൂബ് ചാനലും പിന്നെ ഒരുപാട് കൂട്ടുകാരെയൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ കാണാത്ത എത്രയോ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ഈ മരുമോൾക്ക് കിട്ടിയെന്ന് അപ്പന് വല്ല ചിന്തയുണ്ടോ? അപ്പൻ എന്തെങ്കിലും അറിയുന്നുണ്ട്? ഞാൻ മാത്രമേ ഉള്ളായിരിക്കും ഇങ്ങനെയൊക്കെ ആകാശത്തോട്ട് നോക്കി നിന്ന് സംസാരിക്കുന്നതല്ലേ. അപ്പോൾ ചിലരൊക്കെ എനിക്ക് കമൻറ്റിൽ കൂടി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ലൂസ് ഉണ്ടോയെന്ന്. എന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്ന വട്ടുണ്ടോയെന്ന്. എൻ്റെ ദൈവമേ, അങ്ങനെ കാണാൻ ആരെങ്കിലും ചോദിക്കുകയെന്നല്ല. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. നമുക്ക് ലൂസോ വട്ടോ ഉണ്ടായിട്ടാണോ നമ്മളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പണ്ടൊക്കെ നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. ആദ്യത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ എന്തുവാ പറഞ്ഞതെന്നോ ചെയ്തതെന്നോ ഒന്നും അറിയാൻ വയ്യ. ഇപ്പം പിന്നെ നമുക്ക് ഇത് അങ്ങോട്ട് നോക്കി സംസാരിക്കണമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം അന്നൊന്നും ഞാൻ ആദ്യമൊക്കെ സത്യം എല്ലാവർക്കും നമ്മളെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ഇതുവഴിയൊക്കെ പഠിച്ചു വന്നെന്നറിയാവോ. മക്കളോട് ഫോൺ എടുക്കുമ്പോഴേ വീഡിയോ എടുക്കുമ്പോഴേ മോളെ അവിടാന്നോ ഇവിടാന്നോ നോക്കേണ്ടത്, അമ്മ അവിടെ നോക്കമ്മേ, എന്തൊക്കെ കേട്ടിട്ടുണ്ടെന്നറിയാവോ. കഷ്ടം, എൻ്റെ കുഞ്ഞുങ്ങൾ എന്തെല്ലാം എനിക്ക് പഠിപ്പിച്ചു തന്നെന്നറിയാവോ. ആദ്യം വീഡിയോ എനിക്കിടാം, നമ്മളെല്ലാവരും പഠിച്ചു വരുന്നു. അപ്പോഴെൻ്റെ മോന് ഒരു കാര്യം രാവിലെ ആയിരുന്നു അന്നൊക്കെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. സത്യം വീഡിയോ രാവിലെ ആയിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. എനിക്കൊന്നും അറിയത്തില്ല. അപ്പോഴാളെന്താ ചെയ്ത് നോട്ട്ബുക്കിനകത്ത് എല്ലാം എഴുതി തന്നു. അമ്മ ഇട്ടോടെ ഇവിടെ മര്യാദയ്ക്ക് ഇരുന്ന്. അപ്പോഴെന്തെല്ലാം എൻ്റെ മക്കളെ എനിക്ക് സപ്പോർട്ട് നിന്നിട്ടുണ്ടെന്നറിയാമോ, എന്തെല്ലാം ചെയ്തു തന്നിട്ടുണ്ടെന്നറിയാമോ. ഒത്തിരി സന്തോഷം. എൻ്റെ മക്കളാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തത്. ഇപ്പം പിന്നെ നമ്മൾ സ്വന്തമായിട്ടെല്ലാം പഠിച്ചല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ കുടുംബം നമുക്ക് സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ ചെയ്യാനും അവരുടെ ഒരു ബലമില്ലാതെ നമുക്ക് ഒരിക്കൽ പോലും ഇങ്ങനെയൊന്നും ആവാനൊന്നും ഒക്കത്തില്ല അല്ലേ. അപ്പോഴേ ഇതേ കാര്യമൊക്കെ പറഞ്ഞ് സുപ്പുതയെ മൊത്തത്തിൽ തേച്ച് പിടിപ്പിച്ചു. എന്തെന്ന് പോലും കാണാനില്ല കേട്ടോ നമ്മൾ തേച്ചത്. അപ്പോഴത് നമ്മുടെ മുഖം അങ്ങ് വലിച്ചെടുത്ത്. അവൻ അവിടെ ഇരുന്ന് അങ്ങോട്ട് പ്രവർത്തിക്കട്ടെ. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുടച്ചെടുക്കാം. അല്ലെങ്കിൽ കുളിക്കാൻ പോകല്ലേ. അപ്പോഴങ്ങ് സോപ്പിടരുത് കേട്ടോ. സോപ്പിടാതെ നമുക്ക് കഴുകി മാറ്റാം കേട്ടോ. ഒന്നും നമ്മൾ തേച്ചത് ഒട്ടുമില്ല. ഇങ്ങനെ എല്ലാവരും ചെയ്തോണം രാവിലെ കേട്ടോ. രാവിലെ എല്ലാവരും ചെയ്തിട്ട് വേണം. കഞ്ഞിവെള്ളം 1 സ്പൂൺ മതി കേട്ടോ. 1 സ്പൂൺ കഞ്ഞിവെള്ളം മതി. എന്തിന് കൂടുതലൊന്നും വേണ്ട. 1 സ്പൂൺ കഞ്ഞിവെള്ളം, 1 സ്പൂൺ പാല്, പിന്നെ മതിയായിരിക്കാം നമ്മുടെ ജെല്ല്, അല്ലെങ്കിൽ 1 സ്പൂൺ ഇട്ടോ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. എന്നും സൂപ്പ് പറയുന്നത് എൻ്റെ കൂടെ ഇതും ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള കിടുക്കാച്ചി സംഭവങ്ങളാണ്. അപ്പോൾ ഈ സൂപ്പിൻ്റെ താന്ത്രിക വിദ്യകളെല്ലാം നിങ്ങൾ പരീക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇനി എന്താ മുഖം നമ്മൾ 10-20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുടച്ചെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ല ഇങ്ങനെ ഇതിനെക്കാട്ടിലും നമുക്ക് നമുക്ക് നല്ല ഇതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, നമ്മുടെ മുഖത്ത് ഇങ്ങനെ അങ്ങ് പിടിക്കും കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവരും നമ്മുടെ കയ്യിലൊക്കെ ഇട്ടോ, നിങ്ങൾ കഴുത്തേലും കയ്യിലും ഒക്കെ ഇട്ടോ, ഒരു കുഴപ്പമില്ല. 10-20 മിനിറ്റ് ഇവൻ അവിടെ ഇരുന്ന് അങ്ങ് പ്രവർത്തിക്കട്ടെ കേട്ടോ. അപ്പോൾ സുപ്പുവിൻ്റെ താന്ത്രിക വിദ്യകളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ വിചാരിച്ചൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരും കേട്ടോ. സത്യമായിട്ട് വന്നേ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കണേ. ഞാൻ കൂട്ടുകൂടത്തില്ലേ, ഇല്ലെങ്കിൽ ഇന്ന് അടച്ചു വെച്ചില്ല നമ്മൾ.
കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ പറയണം. അപ്പോഴത് കാത്തിരിക്കുക സൂപ്പ് കേട്ടോ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷം. ചേച്ചി ഞങ്ങൾ നോക്കി എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു സന്തോഷമാണ് നമുക്ക് അല്ലേ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണേ പ്ലീസ്, ഇല്ലെങ്കിൽ ഞാൻ മിണ്ടത്തില്ല, കൂട്ടുകൂടത്തില്ല കേട്ടോ. അപ്പോഴും നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ തന്നെ കാണാം. അതുവരെ തമ്പുരാൻ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ. സമയം 9 മണിയാവുന്നതേ ഉള്ളൂ രാവിലെ കേട്ടോ.